ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പെൻഷനുമായി ബന്ധപ്പെട്ട ചില അറിയിപ്പുകളും മറ്റു ചില പ്രധാന അറിയിപ്പുകളുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോയിലേക്ക് കടക്കാം. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം 26/9/2025 വെള്ളിയാഴ്ച മുതൽ ആരംഭിച്ചിരുന്നു. എന്നാൽ ഇനിയും പല ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്കും തുക എത്തിച്ചേരാനുണ്ട്. 29/9/2025 തിങ്കളാഴ്ച മുതൽ ഈ തുക അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുമെന്ന് സർക്കാർ അറിയിച്ചു. കൂടാതെ വീടുകളിലേക്ക് എത്തുന്ന പെൻഷൻ തുക സഹകരണ സംഘ ജീവനക്കാർ വഴി വീടുകളിലേക്ക് എത്തിക്കാനുള്ള നടപടി ഉടൻ ആരംഭിക്കുമെന്ന് സർക്കാർ അറിയിച്ചു. കൂടാതെ ക്ഷേമ പെൻഷൻകാരുടെ കേന്ദ്ര വിഹിതമായ 200, 300, 500 എന്നീ തുകകൾ ഉടൻ തന്നെ എത്തിച്ചേരുമെന്നും സർക്കാർ കൂട്ടിച്ചേർത്തു. ഇനിയും മസ്റ്ററിങ്ങും മറ്റ് അനുബന്ധ നടപടികളും പൂർത്തീകരിക്കാത്ത പെൻഷൻ ഉപഭോക്താക്കൾ അതുകൂടി ചെയ്യണം. അടുത്തൊരറിയിപ്പ്. ഭവന സമുന്നതി അപേക്ഷ ക്ഷണിച്ചു. കേരള സംസ്ഥാന മുന്നോക്ക സമുദായ കോർപ്പറേഷൻ അഥവാ സമുന്നതി നടപ്പിലാക്കുന്ന ഭവന സമുന്നതി 2025-26 പദ്ധതിയിലേക്ക് സെപ്റ്റംബർ 30 വരെ അപേക്ഷിക്കാം. കേരളത്തിലെ വാസയോഗ്യമല്ലാത്തതും അടച്ചുറപ്പില്ലാത്തതുമായുള്ള ഭവനങ്ങളിൽ താമസിക്കുന്ന ജനറൽ വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് അപേക്ഷ കൊടുക്കാവുന്നത്. അപേക്ഷ ഫോറത്തിനും മറ്റു വിവരങ്ങൾക്കും അക്ഷയ കേന്ദ്രം വഴിയോ ജനസേവന കേന്ദ്രങ്ങൾ വഴിയോ അംഗീകൃത ഓൺലൈൻ സർവീസ് വഴിയോ അന്വേഷിക്കാവുന്നതാണ്. മറ്റൊരറിയിപ്പ്. സംസ്ഥാനത്ത് വയോമിത്രം പദ്ധതി കേരള സർക്കാരിൻ്റെ സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണിത്. 65 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള നഗരപ്രദേശങ്ങളിലെ വയോജനങ്ങൾക്കാണ് ഇത് ലഭ്യമാകുന്നത്. ഈ പദ്ധതി വഴി മൊബൈൽ ക്ലിനിക്കുകൾ, സൗജന്യ വൈദ്യസഹായം, മരുന്നുകൾ, കൗൺസിലിംഗ്, കിടപ്പ് രോഗികൾക്കുള്ള സാന്ത്വന പരിചരണം, സൗജന്യ ആംബുലൻസ് സേവനം, ഹെൽപ്പ് ഡെസ്കുകൾ, വിനോദ പരിപാടികൾ തുടങ്ങിയ സേവനങ്ങൾ നൽകുന്നു. പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ: 65 വയസ്സിന് മുകളിലുള്ള വയോജനങ്ങൾക്ക് സൗജന്യ ആരോഗ്യ സംരക്ഷണം നൽകുക, നഗരപ്രദേശങ്ങളിൽ താമസിക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് വൈദ്യസഹായവും മരുന്നുകളും ലഭ്യമാക്കുക, കിടപ്പിലായ വയോജനങ്ങൾക്ക് വീടുകളിൽ തന്നെ പാലിയേറ്റീവ് കെയർ സേവനം നൽകുക, ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനും തിരിച്ചു കൊണ്ടുവരാനും സൗജന്യ ആംബുലൻസ് സേവനം നൽകുക, വയോജനങ്ങൾക്കായി പ്രത്യേക മെഡിക്കൽ ക്യാമ്പുകളും വിനോദ പരിപാടികളും സംഘടിപ്പിക്കുക, വാർദ്ധക്യവുമായി ബന്ധപ്പെട്ട സാമൂഹിക വിഷയങ്ങളിൽ സജീവ പങ്കാളിത്തം ഉറപ്പാക്കുക. വയോമിത്രം പ്രധാന സേവനങ്ങൾ: സൗജന്യ വൈദ്യസഹായം, മൊബൈൽ ക്ലിനിക്കുകൾ വഴി വൈദ്യസഹായവും മരുന്നുകളും നൽകുന്നു, സാന്ത്വന പരിചരണം, കിടപ്പ് രോഗികൾക്ക് വീടുകളിൽ പോയി പാലിയേറ്റീവ് ഹോം കെയർ നൽകുന്നു, ആംബുലൻസ് സേവനം, ആശുപത്രിയിലേക്ക് വയോജനങ്ങളെ കൊണ്ടുപോകുന്നതിനും തിരിച്ചു കൊണ്ടുവരുന്നതിനും സൗജന്യ ആംബുലൻസ് ലഭ്യമാകുന്നു, കൗൺസിലിംഗ്, വയോജനങ്ങൾക്ക് ആവശ്യമായ കൗൺസിലിംഗ് നൽകുന്നു, ഹെൽപ്പ് ഡെസ്കുകൾ, വയോജനങ്ങൾക്ക് ആവശ്യമായ വിവരങ്ങൾ നൽകുന്നതിന് ഹെൽപ്പ് ഡെസ്കുകൾ പ്രവർത്തിക്കുന്നു, വിനോദ പരിപാടികൾ, സല്ലാപം, സ്നേഹയാത്ര തുടങ്ങിയ വിനോദ പരിപാടികൾ സംഘടിപ്പിക്കുന്നു, മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നു. ആർക്കൊക്കെ യോഗ്യതയുണ്ട്? 65 വയസ്സിന് മുകളിലുള്ള കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി പരിധിയിൽ താമസിക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് ഈ പദ്ധതി വഴി സൗജന്യ സേവനങ്ങൾ ലഭിക്കാൻ അർഹതയുണ്ട്. ഈ പദ്ധതിക്കായി പ്രത്യേകം അപേക്ഷ ഫീസ് ഇല്ല. താമസിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ വയോമിത്രം ഓഫീസറുമായി ബന്ധപ്പെട്ടാൽ രജിസ്ട്രേഷൻ നടത്താം. അടുത്തൊരു പുതിയ അറിയിപ്പ്. നാടിനെ കേൾക്കാൻ മുഖ്യമന്ത്രി. CM വിത്ത് മീ സിറ്റിസൺ കണക്ട് സെന്റർ എന്ന ഒരു പുതിയ പദ്ധതിയിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പരാതികളും പറയാം. ഇതിനായി ടോൾ ഫ്രീ നമ്പർ 1800425678 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാകും. ഏറ്റവും പുതിയ അറിയിപ്പുകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക.